നമസ്കാരം. ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. 3 ബാങ്കുകളിലെ വ്യത്യസ്തമായ അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. കേരള ബാങ്കിലേക്കും അതേപോലെ തന്നെ ഫെഡറൽ ബാങ്കിലേക്കും ഈസാഫ് ബാങ്കിലെയൊക്കെ അവസരങ്ങൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഓർക്കുക, മിനിമം 7ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ മുതൽ ഡിഗ്രിക്കാർക്കും PGക്കാർക്കും വരെ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ, അതല്ലെങ്കിൽ കരിയറിൽ ബ്രേക്ക് വന്ന പെൺകുട്ടികൾക്ക് ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ വരെ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. പ്രതിമാസം 60,000-ഓളം രൂപ ലഭ്യമാകുന്ന അവസരങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെ ലഭ്യമായിരിക്കുന്ന ഈ അവസരങ്ങൾ ഇത് മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ ഈ വീഡിയോ കാണുന്ന പോലെ jobsbridge.com നമ്മുടെ ജോബ് സൈറ്റ് ആണ്. ഇവിടെ വന്നിട്ട് കൂടുതൽ തൊഴിൽ അവസരങ്ങൾ കണ്ടെത്താവുന്നതാണ്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം ഞാൻ ഈസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ ഒന്ന് സൂചിപ്പിക്കാം. നാം അറിയുന്നത് പോലെ നമ്മുടെ കേരളം ആസ്ഥാനമായി ഇന്ത്യയിൽ ആകമാനം പ്രവർത്തനങ്ങളുള്ള ബാങ്കാണ് ഈസാഫ് ബാങ്ക് എന്നത്. അപ്പോൾ അവരെ വിവിധ തസ്തികകളിലേക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ സെയിൽസ് ഓഫീസർ, ഓട്ടോ ലോൺ ഉണ്ട്, മോർഗേജസ് ഉണ്ട്, അതേപോലെ ലയബിലിറ്റീസ് ഉണ്ട്, അതേപോലെ ഗോൾഡ് ലോൺ ഓഫീസർ ഉണ്ട്, RO, HNI ഇങ്ങനെയൊക്കെയുള്ള വിവിധ തസ്തികകളിലേക്ക് ഇവരെ ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ ഈ അവസരങ്ങളിലേക്ക് എത്താം. വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത് ഏപ്രിൽ 16-ാം തീയതി പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ വെച്ചിട്ടും, അതുപോലെ ഏപ്രിൽ 17-ാം തീയതി കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് വെച്ചിട്ടും, ഏപ്രിൽ 20-ാം തീയതി എറണാകുളം ജില്ലയിലെ ആലുവയിൽ വെച്ചിട്ടുമാണ്. അപ്പം 10 മണിക്ക് 2 മണിക്കും ഇടയ്ക്കായിട്ട് ഇവരുടെ ഓഫീസുകളിലേക്ക് വോക്ക് ഇൻ ചെയ്തുകൊണ്ട് ഈ അവസരങ്ങളിലേക്ക് എത്താം. ഇതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ, പ്രത്യേകിച്ച് ഈ വേക്കൻസികൾക്ക് വേണ്ട ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്പീരിയൻസോ ഒന്നും ഇവർ സൂചിപ്പിച്ചിട്ടില്ല. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കുവാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ പോയിട്ട് ഇവരുടെ നമ്പറൊക്കെ ഉണ്ട്. അതിൽ ഇവരെ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം വേണം ഈ വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാനായിട്ട്. ഇനി നമുക്ക് കേരള ബാങ്കിൽ, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ്, ഇവിടെ ലഭ്യമായിരിക്കുന്ന വിവിധ അവസരങ്ങൾ ഒന്ന് പരിശോധിക്കാം. ആദ്യം ഞാൻ മിനിമം 7ാം ക്ലാസ് എങ്കിലും വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ സൂചിപ്പിക്കാം. പിന്നെ ഡിഗ്രിക്കാർക്കുള്ള അവസരങ്ങളും മനസ്സിലാക്കാവുന്നതാണ്. ഈ ഒരു റിക്രൂട്ട്മെന്റ് ഇത് കേരള PSCയുടെ ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ്മെന്റ് ആണ്. ഇതിന് നിങ്ങൾക്ക് മെയ് 15-ാം തീയതി വരെ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. കാറ്റഗറി നമ്പർ 65/2024. ജനറൽ കാറ്റഗറിക്കാർക്ക് ഈ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിലേക്ക് അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. ഓഫീസ് അറ്റൻഡന്റ് എന്ന തസ്തികയിലേക്ക് 125 ഒഴിവുകളാണുള്ളത്. ഇതിന്റെ പേ പാക്കേജ് 16,500 മുതൽ 44,050 വരെ ആയിരിക്കും. അപ്പം ഇത് ജനറൽ കാറ്റഗറിക്ക് 125 ഒഴിവുകളാണുള്ളത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി സൊസൈറ്റി കാറ്റഗറിക്ക് വേറെയും ഒഴിവുകളുണ്ട്, കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നില്ല. അവിടെയും ഏതാണ്ട് 124 ഒഴിവുകളുണ്ട്. ടോട്ടൽ 250-ഓളം ഒഴിവുകളാണുള്ളത്. ജനറൽ കാറ്റഗറിക്ക് 125 ഒഴിവുകളാണുള്ളത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാനായിട്ട് സാധിക്കും. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിരിക്കും. ഏജ് 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലായിരിക്കും. അതായത് 2/1/2006-നും 1/1/1984-നും ഇടയിൽ, അല്ലെ ഈ ദിവസങ്ങളിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി SC ST അല്ലെ ഡിഫറൻഷ്യലി ഏബിൾഡ്, അതായത് അംഗവൈകല്യമുള്ളവർ അല്ലെ ബാക്ക്വേർഡ് കാറ്റഗറി എന്നൊക്കെ ഉള്ളവർക്ക് ചില ഏജ് റിലാക്സേഷനും ഒക്കെ ലഭ്യമാക്കും. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. എന്തായിരിക്കും ക്വാളിഫിക്കേഷൻ? ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, മിനിമം 7ാം ക്ലാസ് എങ്കിലും പാസ്സായവർക്കായിരിക്കും ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയുക. എന്നാൽ ഡിഗ്രി നേടിയവരാകല്ല എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഡിഗ്രി പരാജയപ്പെട്ടവർക്കോ അല്ലെങ്കിൽ +2 കഴിഞ്ഞവർക്കോ ഡിപ്ലോമ നേടിയവർക്കോ ഒക്കെ അപേക്ഷിക്കാം. എന്നാൽ ഡിഗ്രി നേടിയവർ ഇതിന് അപേക്ഷിക്കേണ്ടതില്ല. എന്നാൽ 7ാം ക്ലാസ്സിന് മേളിൽ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യേണ്ട കഴിയുമോ? അതിനായി ഈ PSCയുടെ സൈറ്റിൽ പോകണം, kerala.psc.gov.in. ഇതൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. അവിടെ പോയിട്ട് മെയ് 15-ാം തീയതിക്കാവും അപേക്ഷിക്കണം. അവർക്ക് ഈ PSCയുടെ സൈറ്റിൽ നിങ്ങൾ ആദ്യം ഒരു ഒറ്റത്തവണ രജിസ്ട്രേഷൻ, 1 ടൈം പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നിന്നിട്ട് യൂസർ നെയിം പാസ്വേഡ് നേടിയതിനു ശേഷം വേണം അപ്ലൈ ചെയ്യുവാൻ. അല്ലാത്തവർക്ക് ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയവർക്ക് ആ യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ട് ഇവരുടെ സൈറ്റിൽ പോയിട്ട് ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പം അപേക്ഷിക്കേണ്ട അവസാന തീയതി മെയ് 15-ാം തീയതി.
ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്ക് 125 ഒഴിവുകൾ. ഇനി നമുക്ക് കേരള ബാങ്കിൽ തന്നെ ലഭ്യമായിരിക്കുന്ന രണ്ടാമത്തെ അവസരം, അതായത് ക്ലർക്ക് കാഷ്യർ, ഈ തസ്തികകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് കൂടി ഒന്ന് പരിശോധിക്കാം. ഇതും കേരള PSC വഴിയുള്ള റിക്രൂട്ട്മെന്റ് ആണ്. ജനറൽ കാറ്റഗറിയിലാണ് 115 ഒഴിവുകൾ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം. കേരള ബാങ്കിലേക്ക്, അതായത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ക്ലർക്ക് കാഷ്യർ തസ്തികയിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 20,280 മുതൽ 54,720 വരെ പേ പാക്കേജ് ഉള്ള ഒരു തസ്തികയാണിത്. 115 പേരെയാണ് എടുക്കുന്നത്. ഇത് ജനറൽ കാറ്റഗറിയിലാണ്. ഇതുകൂടാതെ സൊസൈറ്റി കാറ്റഗറിയിൽ ഇതേപോലെ തന്നെ 115 പേരെ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ടോട്ടൽ 230 ഒഴിവുകൾ ഇവിടെ തന്നെയുണ്ട്. മുൻപ് സൂചിപ്പിച്ച ഒഴിവുകൾ കൂടാതെയാണിത്. അപ്പൊ ഈ ഒരു റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. മോഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് ആയിരിക്കും. ഏജ് ലിമിറ്റ് മുമ്പ് സൂചിച്ച പോലെ തന്നെ 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. 2/1/1984 1/1/2006 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ജനിച്ചവർക്കും അപേക്ഷിക്കാം. അവർക്ക് SC ST കാറ്റഗറിക്ക്, അതല്ലെങ്കിൽ മറ്റേ അംഗവൈകല്യമുള്ളവരെ മറ്റ് ബാക്ക്വേർഡ് കാറ്റഗറിക്കൊക്കെ നിയമപ്രകാരമായുള്ള ഇളവുകൾ പ്രായത്തിൽ നൽകുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ ഒന്ന് വായിക്കാവുന്നതാണ്. ഇനി ആർക്കായിരിക്കും ഇതിനെ അപേക്ഷിക്കാനായിട്ട് കഴിയുക? ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഡിഗ്രി ഇൻ കൊമേഴ്സ്, അതായത് BCom അല്ലെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ആർട്സ്, MA ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അത് മാത്രമല്ല കോർപ്പറേഷൻ ഒരു സ്പെഷ്യൽ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചവരായിരിക്കും. ഇപ്പൊ BCom കോർപ്പറേഷനും ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. അതല്ലെങ്കിൽ എനി ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. എന്നാൽ അവരെ ഈ SDC അല്ലെങ്കിൽ SDC ആൻഡ് BM എന്ന് പറഞ്ഞാൽ ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ്, അങ്ങനെയുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. അത് അല്ലെങ്കിൽ SDC ആൻഡ് SDCM നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിന്റെ, അതൊക്കെ പാസ്സായവരായിരിക്കണം. അല്ലെങ്കിൽ ഈ JDC ഉണ്ട്, ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ, അതൊക്കെ കഴിഞ്ഞവരായിരിക്കണം. ഡിഗ്രിയോടൊപ്പം ഇത് നേടിയിരിക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ആ കോഴ്സ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. അപ്പം ക്വാളിഫിക്കേഷൻ ഒന്നുകൂടെ സൂചിപ്പിക്കാം. BCom അല്ലെങ്കിൽ MA ഒക്കെ, അത് കോർപ്പറേഷൻ ഒരു സ്പെഷ്യൽ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചവർക്ക് അപേക്ഷിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി പഠിച്ചതിന് ശേഷം ഈ SDC അല്ലെങ്കിൽ SDC ആൻഡ് BM, അല്ലെ SDC ആൻഡ് SDCM, അതല്ലെങ്കിൽ ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ കഴിഞ്ഞവർ, അല്ലെങ്കിൽ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ബാക്കി ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നൽകുന്നുണ്ട്. അതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 15/5 മെയ് 15-ാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. കേരള PSCയുടെ സൈറ്റിലൂടെ വേണം അപേക്ഷിക്കുവാനായിട്ട്. അപ്പോൾ അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം, ഒറ്റത്തവണ രജിസ്ട്രേഷൻ. അത് ചെയ്യാത്തവർ അത് ചെയ്തതിന് ശേഷം വേണം അപേക്ഷിക്കാൻ. ഓൾറെഡി ചെയ്തവർ അവരുടെ യൂസർ നെയിം പാസ്വേഡ് വെച്ച് ഇവരുടെ സൈറ്റിൽ പോയിട്ട് PSCയുടെ സൈറ്റിൽ പോയിട്ട് അപേക്ഷിക്കാം. അപ്പോൾ ഇവിടെ 115 ഒഴിവുകൾ ജനറൽ കാറ്റഗറിയിൽ ക്ലർക്ക് കാഷ്യർ തസ്തികകളിലേക്ക് കേരള ബാങ്കിലേക്ക്, ഓർക്കുക മെയ് 5-ാം തീയതി വരെ അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. അപ്പോൾ കേരള ബാങ്കിലേക്ക് 2 അവസരങ്ങളാണ്. അത് ഞാൻ സൂചിപ്പിച്ച ഓഫീസ് അറ്റൻഡന്റ് ഉണ്ട്, അതേപോലെ ക്ലർക്ക് കാഷ്യർ. ഈ 2 തസ്തികകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇനി നമുക്ക് ഫെഡറൽ ബാങ്കിലെ അവസരങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കാം. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ പോയിട്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇനി നമുക്ക് ഫെഡറൽ ബാങ്കിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ, അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. ഇവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. റിക്രൂട്ട്മെന്റ് ഇനിഷ്യേറ്റീവ് ഫോർ വുമൺ പ്രൊഫഷണൽസ് ഓൺ കരിയർ ബ്രേക്സ്, അതായത് കരിയറിലൊക്കെ ബ്രേക്ക് വന്നിട്ടുള്ള പെൺകുട്ടികൾക്ക് വുമണിന് ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണിത്. അപ്പൊ അതിന് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് 15-ാം തീയതി ഏപ്രിൽ വരെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. 25 ഏപ്രിൽ മുതൽ 28 ഏപ്രിൽ വരെയുള്ള സമയത്ത് മോക്ക് അസസ്മെന്റും, 30-ാം തീയതി ഏപ്രിലായിരിക്കും ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുക. അപ്പോൾ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെയൊക്കെ ആയിരിക്കും ഈ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുക. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഫെഡറൽ ബാങ്ക് നമുക്ക് വളരെ പരിചിതമുള്ള, നമ്മുടെ കേരളം ആസ്ഥാനമായി ഇന്ത്യയിൽ ആകമാനം പ്രവർത്തനങ്ങളുള്ള വളരെ പ്രമുഖമായിട്ടുള്ള ഒരു ബാങ്കാണ്. ഈ ഫെഡറൽ ബാങ്കാണ് ഈ വുമൺ പ്രൊഫഷണൽസിനെ ഹയർ ചെയ്യുന്നത്. അപ്പോൾ ആർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? അതിന്റെ എലിജിബിലിറ്റി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഏജ് അത് 1/1/2024 പ്രകാരം 40 വയസ്സിൽ കവിയല്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് 1/1/1984 ശേഷം ജനിച്ചവരായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അല്ലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രിയാണ് വിത്ത് 60% മാർക്ക്, 60% മാർക്കോടെ ഡിഗ്രി പാസ്സാണ് എന്ന് മാത്രമല്ല 10th-ലും 12th-ലും 60% മാർക്ക് നേടിയിരുന്നത്. അതായത് 10th ഓൺവേർഡ്സ് മിനിമം 60% എങ്കിലും മാർക്ക് നേടിയിട്ടുള്ള ഡിഗ്രിക്കാർക്ക്, പെൺകുട്ടികൾക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഒരു വർക്ക് എക്സ്പീരിയൻസ് കൂടി ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ഷുഡ് ഹാവ് മിനിമം 3 years ഓഫ് വർക്ക് എക്സ്പീരിയൻസ്
അത് ഏതെങ്കിലും ഷെഡ്യൂൾ കൊമേഴ്ഷ്യൽ ബാങ്കിലോ അല്ലെ IT കമ്പനീസിലോ ഒക്കെ മിനിമം 3 years എങ്കിലും വർക്ക് എക്സ്പീരിയൻസ് നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾ ലാസ്റ്റ് ജോലി ചെയ്ത് 1/1/2019 1/1/2024 ഇടയിലായിരിക്കണം നിങ്ങളുടെ ലാസ്റ്റ് വർക്കിംഗ് ഡേ എന്ന് സൂചിപ്പിക്കുന്നുമുണ്ട്. അപ്പം മിനിമം 40 വയസ്സിൽ താഴെ പ്രായമുള്ള ഡിഗ്രി എങ്കിലുമുള്ള അത് 60% മാർക്കോടെ 10th-ലും 12th-ലും ഡിഗ്രിക്കും ഒക്കെ മാർക്ക് നേടിയവർക്ക് അപേക്ഷിക്കാം. എന്നാൽ 3 year എക്സ്പീരിയൻസ് നേടിയിട്ട് പിന്നെ കരിയറിലൊക്കെ ഗ്യാപ്പ് വന്നവർക്കും അപേക്ഷിക്കാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നൽകുന്നുണ്ട്. അതിന്റെ പാക്കേജ് കാര്യങ്ങളെല്ലാം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ആദ്യം നിങ്ങളെ പേഴ്സണൽ ബാങ്കർ എന്ന ഡെസിഗ്നേഷനിലായിരിക്കും ഹയർ ചെയ്യുന്നത്. 3 years കഴിയുമ്പോൾ ഓഫീസർ എന്നുള്ള തസ്തികയിലേക്കൊക്കെ മാറ്റം ലഭിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഇവരുടെ ഏതെങ്കിലുമൊക്കെ ബ്രാഞ്ച് ഓഫീസസ് അത് എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാനായിട്ട് റെഡി ആകണം എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. പേ പാക്കേജ് 30,000 മുതൽ 50,000 വരെ ആയിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മന്ത്ലി കൺസോളിഡേറ്റഡ് പേ. അതുകൂടാതെ ക്വാർട്ടർലി നിങ്ങൾക്ക് 18,000 മുതൽ 30,000 രൂപ വരെ ഇൻസെന്റീവ് ലഭ്യമാകും. അതേപോലെ മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ്, പേഴ്സണൽ ആക്സിഡൻസ് കവറേജ് ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകും. അപ്പോൾ സെലക്ഷൻ എങ്ങനെയായിരിക്കും? ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് അസസ്മെന്റ് അതേപോലെ പേഴ്സണൽ ഇന്റർവ്യൂവിന്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതിന് ഇന്റർവ്യൂ ഒക്കെ നടക്കുന്ന ലൊക്കേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ എറണാകുളം, കോട്ടയം, തിരുവനന്തപുരം, കോഴിക്കോട് ഈ ലൊക്കേഷനിലായിരിക്കും കേരളത്തിൽ ഇങ്ങനെയുള്ള ഇന്റർവ്യൂകൾ നടക്കുന്നത്. അപ്പം അതിന്റെ ടെസ്റ്റ് ഓൺലൈൻ ആയിരിക്കും. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നൽകുന്നുണ്ട്. ഏപ്രിൽ 15 വരെ നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഫെഡറൽ ബാങ്കിന്റെ സൈറ്റിൽ പോയി വേണം അപേക്ഷിക്കുവാനായിട്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകുന്നുണ്ട്. എക്സാമിനേഷന്റെ പാറ്റേൺ, ഈ ഓൺലൈൻ ആപ്റ്റ്യൂഡ് ടെസ്റ്റിന്റെ ഒക്കെ പാറ്റേൺ, അതിന്റെ ഇൻസ്ട്രക്ഷന് കാര്യങ്ങളെല്ലാം ഇവരുടെ സൈറ്റിൽ നൽകുന്നുണ്ട്. അപ്പോൾ ഓർക്കുക, ഫെഡറൽ ബാങ്കിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ, പ്രത്യേകിച്ച് വുമൺ പ്രൊഫഷണലിൽ കരിയർ ബ്രേക്ക് ഒക്കെ ഉള്ളവർക്ക് ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ, ഇതാണ് ഞാൻ സൂചിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ, പ്രത്യേകിച്ച് ബാങ്ക് അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ കൃത്യമായ കാര്യങ്ങൾ, അതായത് ബാങ്കുകളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അവർക്ക് ഈ റിക്രൂട്ട്മെന്റുകളെല്ലാം സൗജന്യമാണ്. പ്രത്യേകിച്ച് ഇതിനൊന്നും പണം നൽകേണ്ടതില്ല. ആരെങ്കിലും അങ്ങനെ ആവശ്യപ്പെട്ടാൽ ശ്രദ്ധാപൂർവം വേണം അതിനെ സമീപിക്കുവാനായിട്ട്. ഏതായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.